ആര് കപ്പ് അടിക്കുന്ന തോന്നുന്നത്? എന്റെ ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നാണ്. ജിൻഡോ കപ്പടിക്കണം ആഗ്രഹമുണ്ടോ? എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജാസ്മിനുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമറാന്ന് മൊത്തത്തിലൊരു ഇതുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ഞാനോ പുറമെ മൈൻഡ് ഗെയിമർ എന്നുള്ളൊരു പട്ടം തന്നിട്ടുണ്ട്. ഞാൻ മറ്റേ CID മൂസയിൽ ദിലീപേട്ടൻ വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോ ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയില്ല, അതുപോലെ പറയേണ്ടി വരും. ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടോ? ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ കുറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറേ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. അൻസിബ പാവമായിട്ട് തോന്നി അൻസിബയ്ക്ക് തന്നെ. അല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക, എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക. പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അല്ല, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ. ഞാനായിട്ട് നിൽക്കുന്നത് മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഈ ബിഗ് ബോസിന്റെ അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്ക് ആയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ? എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് അവരെ പറ്റി എന്തിനാ പറയണത്. മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയതുപോലെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു എവിക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? എനിക്കറിയില്ല. ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഇതെത്തിയിട്ടല്ലേ ഉള്ളൂ. ഫുൾ കണ്ട് എന്തൊക്കെയാണ് നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിയാം. നല്ല ആരാധക താങ്കൾക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അൻസിബയുടെ പേരാണ് കൂടുതലും അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടുന്നത്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നിങ്ങളെല്ലാവരും തന്നതിൽ ഒരുപാട് നന്ദി.